കോൺഗ്രസിൽ ഇപ്പോൾ ചർച്ച നടക്കുകയാണല്ലോ റോഷിപാൽ. പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് AK ആന്റണി. കാരണം അദ്ദേഹത്തിന്റെ എതിരെ വന്ന ആരോപണങ്ങളെ പ്രതിപക്ഷം കൃത്യമായി പ്രതിരോധിച്ചില്ല. അത് വീഴ്ചയാണെന്ന് പറയുന്ന നേതാക്കളുണ്ട്. സർക്കാരിനെ പ്രതിരോധിക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെടുന്നു, മുന്നണി ദുർബലമാകുന്നു എന്നൊക്കെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമാണ്. അതിൽ AK ആന്റണി അതൃപ്തനായിരുന്നു എന്നത് പുറത്തേക്ക് വരികയാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൂടെ. പക്ഷേ ഇത് ഗുണമാണോ തിരിച്ചടിയാണോ? AK ആന്റണി എന്ന മുൻ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുത്തത് അത് സഭയ്ക്കുള്ളിൽ വേണ്ടിയിരുന്നോ അതോ AK ആന്റണി പുറത്തു കൊടുത്തത് മതിയോ? ആ ഒരു ചർച്ച കൂടി നടക്കുന്നുണ്ടോ ഇപ്പോൾ? സുജയ, കോൺഗ്രസിനകത്ത് അങ്ങനെയുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത് AK ആന്റണി തന്നെയാണ്. കാരണം പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പ് കാലം, പ്രത്യേകിച്ച് സർക്കാരിന്റെ അവസാന കാലമാണ്. ആ സമയത്ത് സർക്കാരിനെതിരെ ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ച് സഭയ്ക്കകത്തും പുറത്തും ആഞ്ഞടിക്കേണ്ട സന്ദർഭമാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ ദുർബലമായ ഇടപെടലാണ് പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തുന്നത് എന്ന വിമർശനത്തിനാണ് AK ആന്റണി തുടക്കമിട്ടത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ ദിവസം മുൻ UDF സർക്കാരുകൾക്കെതിരെ പിണറായി വിജയൻ നടത്തിയ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന ഒരു തരത്തിലുള്ള പ്രതിരോധവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നതിനപ്പുറം അവിടെ 2 MLA-മാർ അനിശ്ചിതകാല സത്യാഗ്രഹത്തിലാണ്. അവർ സത്യാഗ്രഹം അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ അലയൊലികൾ ഇതുവരെ കേരളത്തിന്റെ തെരുവോരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്ന വിമർശനമുണ്ട്. സാധാരണഗതിയിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലൊക്കെ നിയമസഭയ്ക്കകത്ത് അനിശ്ചിതകാല സത്യാഗ്രഹമായിരുന്നില്ല, നിരാഹാര സമരമായിരുന്നു MLA-മാർ അനുഷ്ഠിച്ചത്. അത് വലിയ വൈകാരികമായി തന്നെ തെരുവിലേക്ക് എത്തിക്കാൻ അന്ന് UDF-ന് സാധിച്ചിരുന്നു എന്നതാണ്. ആ തരത്തിൽ ജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നത് വിമർശനമായി കാണുന്നു. ഒന്നുകൂടി രൂക്ഷമായ രീതിയിൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും കടന്നാക്രമണങ്ങളും UDF-ന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന ആവശ്യം കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉയർന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി. തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. സർക്കാരിനെതിരെ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. കസ്റ്റഡി മർദ്ദനം അത് പ്രതിപക്ഷത്തിന്റെ വജ്രായുധമായിരുന്നു. പക്ഷേ സഭയ്ക്കകത്ത് ആ വിഷയം എത്തിയപ്പോൾ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തപ്പോൾ അത് ഭരണപക്ഷത്തിന് ഒരു ആയുധം കൊടുക്കുന്ന പോലെയായി എന്നടക്കമുള്ള വിമർശനങ്ങൾ വരുന്നു. ഏതായാലും ഇനി പരസ്യ പ്രതികരണ ആരുടെയും ഭാഗത്ത് ഉണ്ടാകുമോ എന്നതാണ്. AK ആന്റണിക്ക് പ്രസ് ക്ലബിൽ ഒരു പൊതുപരിപാടിയുണ്ട്. ഒരു പക്ഷേ പരിപാടിക്ക് ശേഷം AK ആന്റണി മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിനായി കാത്തിരിക്കാം. AK ആന്റണിയുടെ വാർത്താ സമ്മേളനം നേട്ടമോ കോട്ടമോ എന്ന ചർച്ച കോൺഗ്രസിൽ നടക്കുകയാണ്. പൊതുസമൂഹവും അത് ചർച്ച ചെയ്യുന്നുണ്ട്.